ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹോളി ഡേ വ്ളോഗുമായിട്ടാണ്. ഇന്ന് ഹോളിയാണ്. രാവിലെ തന്നെ നമുക്കൊരു ജോലി ഉണ്ടായിരുന്നു, ലൈസൻസ് എടുക്കണം. അപ്പം ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് 6:30 അവിടെ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി. അപ്പം നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6:45 ആയപ്പോഴത്തേക്കും ഉള്ളൊരവസ്ഥയാണിത്. അപ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രയൽ എടുക്കാൻ വേണ്ടി വന്നു. ട്രയൽ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ആളില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ചേട്ടൻ വന്ന് ട്രയൽ എടുക്കാനുള്ളതൊക്കെ സെറ്റ് ആക്കി തന്ന് അങ്ങനെ ട്രയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറി ഗൈസ്. പക്ഷെ ഒന്നും പറയാനില്ല, കാരണം ടെൻഷൻ കൊണ്ടോ എന്തുകൊണ്ടോ എന്നറിയാൻ വയ്യ. ഇന്നലെ കൂടി നല്ല രീതിക്ക് 4-5 തവണ എച്ചെടുത്ത ഞാൻ ഇന്ന് നല്ല അടിപൊളിയായിട്ട് കമ്പി ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു തവണ കമ്പി ഇടിച്ചിട്ട് അങ്ങനെ അവർ പറഞ്ഞു ഒന്നും കൂടെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമതും ഞാൻ അവിടെ ട്രയൽ എടുത്തു. അപ്പോഴും അതേമാതിരി തന്നെ വീണ്ടും കമ്പി ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കമ്പി ഇടിച്ച് അത്രയും നാൾ ഞാൻ ഇടിച്ചിടാത്ത ആ കമ്പിയാണ് അന്ന് ഞാൻ ഇടിച്ചിട്ടത്. അപ്പം തന്നെ ആകെപ്പാടെ ഡൗൺ ആയി. ഇന്ന് എച്ച് കിട്ടത്തില്ല എന്ന അവസ്ഥയായി. അങ്ങനെ ചേട്ടൻ അവിടുത്തെ ട്രയൽ എടുക്കാൻ നിൽക്കുന്നിടത്ത് ചേട്ടൻ വന്ന് നമ്മളോട് പറഞ്ഞു നോക്കട്ടെ, ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ, ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കി. അങ്ങനെ ആ സമയത്ത് നമ്മൾ പോയി 8 എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ 8-നുള്ള കമ്പിയൊക്കെ റെഡി ആയിരുന്നു. അങ്ങനെ നമ്മൾ 8-ൻ്റെ ട്രയൽ എടുത്തു. അപ്പം 2 വീലറിൻ്റെ ട്രയൽ എടുത്തപ്പോഴത്തേക്കും അത് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എച്ച് പിന്നെ ലാസ്റ്റ് ഒരു തവണ ചെയ്ത് നോക്കിയപ്പോൾ റെഡിയായി. പിന്നെ കുളമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെസ്റ്റിന് വന്നു. അങ്ങനെ ടെസ്റ്റിന് വന്നു. എച്ച് എടുത്തു. എച്ച് കിട്ടി കേട്ടോ. എച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 8ഉം അതേപോലെ തന്നെ കിട്ടി. നല്ല രീതിക്ക് തന്നെ എടുക്കാൻ പറ്റി. ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഞാനാണ്. അപ്പം എനിക്ക് 8 എടുക്കുന്നതുകൊണ്ട് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മെയിൻ കാരണം ടെൻഷനായിരുന്നു. ഇനി ടെൻഷൻ കൊണ്ടിട്ട് കാല് കുത്തുമോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷേ കയറി കഴിയുമ്പോൾ ഭയങ്കര കൂളായിരുന്നു. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റാക്കി. പിന്നെ 2 വീലറിൻ്റെ തന്നെ റോഡും ഉണ്ടായിരുന്നു, അതും ശരിയാക്കി. അങ്ങനെ നമുക്ക് ലൈസൻസിൻ്റെ എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലോട്ട് ഉച്ചയ്ക്കാണ് വന്നത്. അപ്പം അന്ന് ഹോളി ആയിരുന്നു. അപ്പം അതിന് കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ അവരുടെ ലോഗോ ലോഞ്ചായിരുന്നു. അപ്പോൾ അവരുടെ ലോഗോ ലോഞ്ചും അത് സംബന്ധിച്ച് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു, എന്നിട്ടും അവരവിടെ നിന്ന് നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലോഗോ ലോഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹോളിയുടെ ഒരു 2 മണിയാകുമ്പോഴാണ് ഹോളിയുടെ ഇവൻറ്റ്സ് എല്ലാം പറഞ്ഞിരുന്നത്. പിന്നെ ഈ സമയമൊക്കെ അപ്പോൾ ക്ലാസ്സിലെല്ലാവരും കളിക്കുന്ന തിരക്കിലായി. ബോറടിച്ചിട്ടാവാം, 2 മണിക്കല്ലേ ഉള്ളൂ അടുത്ത പരിപാടി. ഇപ്പോൾ 12:40 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് ഫ്രീ ആയി. അത് കഴിഞ്ഞങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കളിച്ചു, കാർഡ് കളിച്ചു. അതിൻ്റെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് 2-2:30 ആയപ്പോഴാണ് നമ്മുടെ കോളേജിലെ ഹോളി ഇവൻറ്റ് തുടങ്ങുന്നത്. ആകപ്പാടെ ഫുള്ള് കളറിൽ പൊതിഞ്ഞൊരവസ്ഥയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളറ് വാരി എറിഞ്ഞ് മുഖം ഫുള്ള് ഒരു ബോറായൊരവസ്ഥയായിരുന്നു. മുടിയും മുഖവും എല്ലാം തന്നെ കളർ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയാണ് ഇവിടെ കാണുന്ന. വലിയ പരിപാടിയായിട്ടെന്ന് പറയാൻ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കളർ വാരി മുഖത്തെറിയുക, പിന്നെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡാൻസിങ്ങും അതൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മുഖത്ത് കളർ വാരി എറിയുകയായിരുന്നു എല്ലാവരും. മത്സരമായിരുന്നു അതിന് അവിടെ. ഞാൻ ഫുള്ള് കുളിച്ച് നിൽക്കുവാ. എൻ്റെ അലർച്ചയാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. ഇതാ കണ്ടില്ലേ, തിരിഞ്ഞ പാടെ കളറ് വാരി എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. മുഖം മൊത്തത്തിൽ കളറായി, മുടിയിലും കളറായി. അതും ആ കളറിനൊരു വല്ലാത്തൊരു സ്മെല്ല് തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്മെല്ല് തന്നെ സഹിക്കാൻ വയ്യായിരുന്നു. വായിലും പല്ലിലും ഫുള്ള് കളറായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ടെക് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ ആർട്ടിസ്റ്റ് റിവീലായിരുന്നു. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ നമ്മൾ എത്നിക് ഡേയുടെ വ്ളോഗിൽ കാണിച്ചതാണ്. അപ്പോൾ അത് ഒന്നും കൂടെ അവർ ഒഫീഷ്യലായിട്ട് ലോഗോ അതിൻ്റെ ആർട്ടിസ്റ്റ് റിവീൽ ചെയ്തു.
ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാണ്. ഞങ്ങൾ കോളേജിൽ വന്നിട്ട് ആദ്യത്തെ ടെക് ഫെസ്റ്റാണ്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് ടെക് ഫെസ്റ്റ് അവിടെ നടക്കാറുള്ളത്. ഇപ്പം കാണുന്ന ബഹളം കളറെല്ലാം വാരി എറിഞ്ഞ് കുളിപ്പിക്കുന്ന ചടങ്ങാണ്. ബക്കറ്റിലൊക്കെ നിറയെ വെള്ളം കോരിക്കൊണ്ട് വന്ന് തലയിൽ കൂടെ അങ്ങ് ഒഴിക്കുകയായിരുന്നു. ചിലരെയൊക്കെ ആണെങ്കിൽ 4-5 പേര് കൈയും കാലിലും ഒക്കെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കിടത്തി കുളിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നു. മൊത്തത്തിൽ കുളിച്ച് കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കളർ എറിയലൊക്കെ കഴിഞ്ഞ് ഡാൻസിലോട്ടൊക്കെ കടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഹോളി വിശേഷം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.